എടാ ഞാൻ എന്താ പറയാ, ഞാൻ ഇത് സ്റ്റോറി വായിച്ചിട്ടേ ഞാൻ ആകെ എന്തോ ഒരു കിളിപ്പോയൊരവസ്ഥ ഞാൻ ഇരിക്കുക. കാരണം നമ്മൾ ത്രില്ലറും നല്ല സ്റ്റോറിയൊക്കെ വായിക്കാറുണ്ട്. പക്ഷെ ഇതെന്തോ ഇതെനിക്ക് സ്റ്റോറി ആയിട്ട് തോന്നുന്നില്ല. ഇത് നമ്മളെ മുറ്റത്ത് കിടക്കുന്ന ഒരു സംഭവം പോലെ നമ്മുടെ ഫാമിലിയിലൊക്കെ ഉണ്ടാകുന്ന എന്തോ ഒരു അങ്ങനെ ഒരാളുണ്ട്. ആ ആളിനെ എനിക്ക് കാണണം, കണ്ടിട്ട് എനിക്ക് രണ്ട് പറയണം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത് നമ്മൾ വായിച്ച് നമുക്ക് ഫീൽ ചെയ്യില്ലേ? ഇനിയിപ്പോൾ നമ്മുടെ സ്വയം നമ്മൾ തന്നെ എഴുതുന്ന കഥയാണെങ്കിൽ പോലും അത് കഥാപാത്രമാണ്, അതൊരു കഥയാണ്, അങ്ങനെ തോന്നി നമ്മൾ ഓക്കെ അത് വായിച്ച് ഞാൻ ഓക്കെ കഥ അത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും, നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുക. ഓക്കെ അങ്ങനെ അങ്ങനെ എല്ലാ സ്റ്റോറികളും അല്ലാത്തതും ഉണ്ട് ഉള്ളതും ഉണ്ട്. പക്ഷെ ഇത് അതല്ല, ഇത് സ്റ്റോറി ആയിട്ട് തോന്നുന്നില്ല. ഇത് എന്തോ ഒരു വീട്ടിൽ നടക്കുന്ന സംഭവം. അപ്പോൾ നമ്മുടെ മനസ്സ് ആ ഒരു വ്യക്തിനെ നമുക്ക് കാണണം, നമുക്കതിന് പ്രതികരിക്കണം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഈ കഥാപാത്രത്തെ എനിക്കൊരു കഥയായിട്ട് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആ സ്ത്രീനെ കാണണം. അപ്പോൾ ഇതിന് ഞാൻ വെറുതെ എഴുതിയതാണെന്ന് റൈറ്റർ പറയുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മുടെ മനസ്സങ്ങനെ ഞാൻ ആരെങ്കിലും കണ്ടിട്ട് എഴുതിയതാണെങ്കിൽ തള്ളേനെ ഒരു അഡ്രസ്സെങ്കിൽ തന്നെ ഞാൻ റൂമക്കത്തെങ്കിലും എഴുതിക്കോ. എനിക്ക് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊന്നും വളർത്താൻ പാടില്ല പിള്ളേരെ. ഒരു ജാതി തള്ള, വൃത്തികെട്ട തള്ള. എനിക്കിഷ്ടമായിട്ടില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല തള്ളേനെ. എനിക്ക് സങ്കടമാണോ ദേഷ്യമാണോ എന്ന് അറിയുന്നില്ല. എനിക്ക് എന്തൊക്കെയോ എനിക്ക് ഉറക്കെ കരയാനൊക്കെ തോന്നുന്നു. എനിക്ക് വട്ടായി ശരി.